ഓഫീസുകളിൽ ഇമെയിൽ എഴുതാനും അതുപോലെ കുട്ടികൾ അസൈൻമെൻറ്റ് ചെയ്യാനും നമ്മൾ സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സംശയങ്ങൾ ചോദിക്കാനും ഇന്ന് നമ്മൾ സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്നതാണ് AI ടൂളുകൾ. അത് ക്ലോഡ് AI ആയിരിക്കാം, ChatGPT ആയിരിക്കാം, ജെമിനി ആയിരിക്കാം, എല്ലാവരും ഇന്ന് AI ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം അറിയോ? ചില പുതിയ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്, പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നുണ്ട്. നിങ്ങൾ AI ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന കണ്ടൻറ്റ് എളുപ്പത്തിൽ തിരിച്ചറിയാൻ ഇനി നിങ്ങളുടെ ടീച്ചർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോസിനോ സാധിക്കും. ഇത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പം എൻ്റെ പേര് ഷിനോദ് എടക്കാടാണ്. നമ്മുടെ കരിയറിലും ജീവിതത്തിലും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുക എന്നതാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ക്ലോഡ് AI കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ മാറ്റത്തെക്കുറിച്ചാണ്. ടെക്സ്റ്റ് വാട്ടർമാർക്ക്. എന്താണ് ടെക്സ്റ്റ് വാട്ടർമാർക്ക്? പലപ്പോഴും നമ്മൾ എന്തിനാണ് AI ഉപയോഗിക്കുന്നത്? നമ്മുടെ സമയം ലാഭിക്കാനും നമ്മുടെ പൊട്ട ഇംഗ്ലീഷിനെ ഒന്ന് മെച്ചപ്പെടുത്താനുമാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? ഈ AIനെ ഉപയോഗിക്കാറ്. ക്ലോഡ് AIയുടെ കമ്പനിയായ അന്ത്രോപിക് മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു പുതിയ ഡിജിറ്റൽ വാട്ടർമാർക്ക് സംവിധാനമുണ്ട്. ഈ സംവിധാനം നിങ്ങളൊരു കറൻസി നോട്ടിലൊക്കെ വാട്ടർമാർക്ക് നോക്കിയാൽ കാണും. എന്നാൽ ഇവിടെ വാട്ടർമാർക്ക് നോക്കിയാൽ കാണുന്നില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാരണ ടെക്സ്റ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. എന്നാൽ ക്ലോഡ് AI ഒരു വാചകം തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ അതിലെ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു പ്രത്യേക പാറ്റേൺ ഒളിപ്പിച്ചു വയ്ക്കും. നമ്മുടെ കണ്ണുകൊണ്ട് ഇത് കാണില്ല. എന്നാൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പരിശോധിച്ചാൽ ഇത് മനുഷ്യൻ എഴുതിയതാണോ അല്ലെങ്കിൽ നമ്മുടെ AI ഉണ്ടാക്കിയതാണോ എന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. ഇതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ പൂർത്തിയായി വരികയാണ്. ഇതിന് 100% കൃത്യതയുണ്ട്. നിങ്ങൾ എന്തൊക്കെ ആലോചിച്ചാലും കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ഈ ഒരു പുതിയ സംവിധാനം കൊണ്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു സംവിധാനം കൊണ്ടുവരുന്നത് കൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങളൊന്നും പുറത്തു പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ AI ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു കത്തോ റിപ്പോർട്ടോ അസൈൻമെൻറ്റോ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ, ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ അത് AI എഴുതിയതാണെന്ന് മറ്റുള്ളവർക്ക് വളരെ വേഗം മനസ്സിലാകും. ജോലി സ്ഥലത്തോ പഠനത്തിലോ നിങ്ങളുടെ വിശ്വസ്തതയും നിങ്ങളുടെ ഇമേജ് തന്നെ പോകാൻ ഇത് കാരണമാക്കും. അതുകൊണ്ട് ഇക്കാര്യം വളരെയധികം മനസ്സിൽ വയ്ക്കണം. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, AI ഉപയോഗിക്കുന്ന ഒരിക്കലും ഒരു തെറ്റല്ല. AI എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് വേഗത കൂട്ടാൻ വേണ്ടി, നമ്മുടെ വർക്കിന് വേഗത കൂട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ്, ഒരു ഫ്രണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ AI എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഒരു മാനദണ്ഡം വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അതുപോലെ റിസർച്ച് എന്നീ പർപ്പസിന് എന്ത് ചെയ്യാൻ പറ്റും? AI ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ കത്തോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ഒക്കെ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെൻറ്റ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ AI ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. പക്ഷേ ഹ്യൂമൻ ടച്ച് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഒരിക്കലും AIയിൽ നിന്ന് കിട്ടുന്ന ഉത്തരം അതേപടി പകർത്താനോ അല്ലെങ്കിൽ കട്ട് ആൻഡ് പേസ്റ്റ് അടിക്കാനോ പാടില്ല. ഇത് നിങ്ങളുടേതായ ഒരു ശൈലിയിൽ മാറ്റി എഴുതേണ്ടത് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പേഴ്സണൽ ടച്ച് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കയ്യൊപ്പ് ആ ടെക്സ്റ്റിൽ വന്നേ പറ്റൂ. അങ്ങനെയല്ലാതെ നമുക്ക് AI ഉപയോഗിക്കാനുള്ള സംവിധാനം മുന്നോട്ടുള്ള ലൈഫിൽ അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ഒരു ഭാഗത്ത് AI വരുമ്പോൾ മറുഭാഗത്ത് ആ AI കണ്ടുപിടിക്കാനുള്ള സംവിധാനവും ആ ടെക്നോളജിയും വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, AI ഒരിക്കലും മനുഷ്യനെ റീപ്ലേസ് ചെയ്യില്ല. എന്നാൽ ശരിയായി AI ഉപയോഗിക്കാൻ അറിയാത്തവരെ എപ്പോൾ വേണമെങ്കിലും ഇത്തരം ടൂളുകൾ മറികടക്കും. അപ്പോൾ ബുദ്ധിയോടെ നമ്മൾ ടെക്നോളജി ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ കരിയറിൽ നമുക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ഇത്തരം ടിപ്പുകളും ഇത്തരം കരിയർ ലൈഫ് ടിപ്പുകളും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ വീണ്ടും കാണാം. നന്ദി.